ഹായ് ഓൾ, ഇന്ന് നമ്മൾ എക്സസൈസ് 2.4 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് സൂട്ടബിൾ ഐഡന്റിറ്റീസ് ടു ഫൈൻഡ് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? സൂട്ടബിൾ ആയിട്ടുള്ള ഐഡന്റിറ്റീസ് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 10 എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി സി എന്നാണ്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്താ? എക്സ്, ബി എന്താ? 4, സി 10. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി 14 എക്സ് പ്ലസ് ബി സി 4 ഇൻറ്റു 10 എത്രയാ? 40. എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 40. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. പ്ലസ് 8 ഇൻറ്റു എക്സ് മൈനസ് 10. ഇതേ ഫോർമാറ്റിൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് സി എന്ന് കൊടുക്കാം. ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി സി. എ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ഇൻറ്റു എ. ഇവിടെ എ എന്താ? എക്സ്, ബി എന്താ? 8, സി എന്താ? 10. ശ്രദ്ധിക്കണം, ഇവിടെ 10 ആണ് എടുത്തത്, ഇവിടെ -10 ആണ്. ഇവിടെ നമ്മൾ പ്ലസ് എടുക്കുകയാണെങ്കിൽ -10 ആണ് ഇവിടെ സി ആയിട്ട് എടുക്കേണ്ടി വരിക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം എ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ബി മൈനസ് സി 8 - 10 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു എക്സ് പ്ലസ് 8 ഇൻറ്റു 10 എത്രയാ? 80. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 80 എന്നാണ് നമ്മളുടെ ഉത്തരം വരിക. അടുത്തെന്താ? 3x പ്ലസ് 4 ഇൻറ്റു 3x മൈനസ് 5. ഇതേ ഫോർമാറ്റ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് എ മൈനസ് സി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് സി എന്താ? എ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ഇൻറ്റു എ മൈനസ് ബി സി. എ എന്താ? 3x, ബി എന്താ? 4, സി എന്താ? 5. അപ്പം 3x ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി 4 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 5 ഇൻറ്റു 3x മൈനസ് ബി സി 4 ഇൻറ്റു 5 4 ഇൻറ്റു 5 ഈക്വൽ ടു 3x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9x സ്ക്വയർ പ്ലസ് 4 മൈനസ് 5 ഇൻറ്റു 3x അപ്പം മൈനസ് 3x മൈനസ് 20. 9x സ്ക്വയർ മൈനസ് 3x മൈനസ് 20 എന്നാണ് വരിക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y സ്ക്വയർ പ്ലസ് 3/2 ഇൻറ്റു y സ്ക്വയർ മൈനസ് 3/2. ഇത് ഏത് ഫോർമാറ്റ് ആണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റ് ആണ്. അപ്പം എന്റെ സ്ഥാനത്ത് എന്താ അവിടെ ഉള്ളത്? y സ്ക്വയർ ആണ്. ബിന്റെ സ്ഥാനത്തോ 3/2 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ഉത്തരം എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പം എയുടെ സ്ഥാനത്ത് വൈ സ്ക്വയർ ആണെങ്കിൽ വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ബിയുടെ സ്ഥാനത്ത് 3/2 ഹോൾ സ്ക്വയർ. ഇതെന്താണ്? വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y റേസ് ടു 4 ആണ്. 3/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/4 ആണ്. ഇതാണ് നമ്മളുടെ ഉത്തരം. 3 - 2x ഇൻറ്റു 3 + 2x ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ 5. 3 - 2x ഇൻറ്റു 3 + 2x. അത് ഏത് ഫോർമാറ്റിലാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ്. അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഉത്തരം വരിക. എ എന്താ ഇവിടെ? 3, ബി എന്താ? 2x. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 2x ഹോൾ സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 2x ഹോൾ സ്ക്വയർ 4x സ്ക്വയർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് പ്രോഡക്ട്സ് വിതൗട്ട് മൾട്ടിപ്ലൈയിങ് ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ ഈ പ്രോഡക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റീസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ പ്രോഡക്ട്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 103 ഇൻറ്റു 107 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്
എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്നുള്ള ഫോമാറ്റിലാണ്. അതായത് എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി സി എന്നാണ് നമ്മുടെ ഉത്തരം വരിക. എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി സി എന്ന്. ഈ തന്നിരിക്കുന്നതിന് 100+3 എന്നും 100+7 എന്നും എഴുതാം. അപ്പം ഇവിടെ എ എന്തായിരിക്കും? എ ഈക്വൽ ടു 100, ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു 7. അപ്പം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 100² പ്ലസ് ബി പ്ലസ് സി, ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എ 100 പ്ലസ് ബി സി 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 21 ഈക്വൽ ടു 100 ഇൻറ്റു 100 10,000 പ്ലസ് 1000 പ്ലസ് 21 11,021 എന്നാണ് നമ്മുടെ ഉത്തരം. 11,021 ആണ് നമ്മളുടെ ഉത്തരം. 95 ഇൻറ്റു 96. അപ്പം നമുക്ക് എന്ത് എഴുതാം? 95 ഇൻറ്റു 96 ആണ് നമ്മളോട് ചോദിച്ചത് ചോദ്യം. അപ്പം നമുക്ക് 100 - 5 ഇൻറ്റു 100 - 4 എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് പറയാം? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്നുള്ള ഫോമാറ്റ് ആണെന്ന് പറയും. അതായത് എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി സി എന്നാണ് നമ്മളുടെ ഐഡന്റിറ്റി. ഇവിടെ എ എന്താ? 100, ബി എന്താ? -5, സി എന്താ? -4. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3യും എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100² പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ, ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ -5 - 4 ഇൻറ്റു എ പ്ലസ് ബി സി ആണ്. -5 ഇൻറ്റു -4, -5 ഇൻറ്റു -4 ഈക്വൽ ടു 10,000 പ്ലസ് -9 എ എന്ന് പറഞ്ഞാൽ 100 ആണ്. -900 പ്ലസ് 20. 10,000 - 900 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9,100 ആയിരിക്കും. പ്ലസ് 20 എന്ന് പറഞ്ഞാൽ 9,120 ആണ് നമ്മളുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104 ഇൻറ്റു 96. 104 ഇൻറ്റു 96. അപ്പം ഇവിടെ 4 ആണ്. അപ്പോൾ 100 + 4 ഇൻറ്റു 100 - 4 എഴുതാം. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ എന്താ? 100, ബി എന്താ? 4. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഈക്വൽ ടു 10,000 മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പം 9,984 ആണ് നമ്മളുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറൈസ് ദ ഫോളോയിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റീസ് വെച്ചിട്ട് ഈ 3 ക്വസ്റ്റ്യനെ നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9x² + 6xy + y². അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐഡന്റിറ്റി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാറ്റ് ആണ് അതിലുള്ളത്. അതായത് a² + 2ab + b². ഇവിടെ എ എന്താ? 3x ആണ്, ബി എന്താ? y ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x + y ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മളുടെ ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4y² - 4y + 1. ഇവിടെ ഏത് ഐഡന്റിറ്റിയാണ്? a - b ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് a² - 2ab + b². ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താണ്? 2y ആണ്, ബിന്റെ സ്ഥാനത്ത് 1. അപ്പോൾ 2y - 1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് ആണ് നമുക്ക് എക്സ്പാൻഷൻ കിട്ടുക. 2y - 1 ആണ് അതിന്റെ ഫാക്ടേഴ്സ്. 2y - 1 ഇൻറ്റു 2y - 1 ആണ് അതിന്റെ ഫാക്ടർ. സ്ക്വയർ മൈനസ് y²/100. അപ്പം a + b ഇൻറ്റു a - b എന്നുള്ള ഫോർമാറ്റാണ്. അതെന്താണ്? a² - b². a² - b² എന്നുള്ള ഫോർമാറ്റ് ഇല്ലേ? നമുക്ക് a + b ഇൻറ്റു a - b ചെയ്യാം. ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താ? x ആണ്, ബിന്റെ സ്ഥാനത്തോ y/10 ആണ്. 10 ഇൻറ്റു 10 ആണ് 100. അപ്പം y/10. അപ്പോൾ x - y/10 ഇൻറ്റു x + y/10. ഇതാണ് നമ്മളുടെ ഫാക്ടേഴ്സ്. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ്
ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റീസ് വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാത്തിനും നമുക്ക് ജനറൽ ആയിട്ട് കാണുന്നത് എന്താ, 3 ടേമുള്ള ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓരോന്നിനും 3 ടേം ഉണ്ട്. അപ്പോൾ a+b+c ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താ, a+b+c ഹോൾ സ്ക്വയർ ഈക്വൽ ടു a²+b²+c² 2ab+2bc+2ac ആണ്. ഇതാണ് ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ. ഇത് തന്നെയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അതൊന്ന് ആദ്യം എഴുതാം. എന്താ എക്സ് എയുടെ സ്ഥാനത്ത് എന്താ, a ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു 2y, സി ഈക്വൽ ടു 4z. ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താ എഴുതാം, ഇംപ്ലൈസ് x² പ്ലസ് 2y ഹോൾ സ്ക്വയർ പ്ലസ് 4z ഹോൾ സ്ക്വയർ പ്ലസ് 2ab ആണ്. 2ab എന്നാൽ x ഇൻറ്റു 2y ഇൻറ്റു 2. അപ്പം 4xy പ്ലസ് 2bc, bc 4 ഇൻറ്റു 2 പറഞ്ഞാൽ 8yz ഇൻറ്റു 2. 8yz ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16yz ആണ്. 2ac x ഇൻറ്റു 4z എന്ന് പറഞ്ഞാൽ 4xz, അത് ഇൻറ്റു 2 8xz. ഇതാണ് നമ്മളുടെ ഉത്തരം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. x² പ്ലസ് 4y² പ്ലസ് 16z² പ്ലസ് 4xy പ്ലസ് 16yz പ്ലസ് 8xz ആണ് നമ്മളുടെ ഉത്തരം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്റെ സ്ഥാനത്ത് എന്താ 2x ആണ്, ബിന്റെ സ്ഥാനത്ത് -y, സിന്റെ സ്ഥാനത്ത് z. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, a² എന്താ 2x ഹോൾ സ്ക്വയർ പ്ലസ് b² എന്താ -y ഹോൾ സ്ക്വയർ പ്ലസ് c² എന്താ z² പ്ലസ് 2ab 2 ഇൻറ്റു 2x ഇൻറ്റു -y പ്ലസ് 2bc 2 ഇൻറ്റു -y ഇൻറ്റു z പ്ലസ് 2ac 2 ഇൻറ്റു 2x ഇൻറ്റു z. ഇതൊന്ന് എഴുതാം. 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x² ആണ് പ്ലസ് y² പ്ലസ് z² പ്ലസ് 2 ഇൻറ്റു 2x എന്താ 4x, അപ്പം -4xy 2 ഇൻറ്റു -y ഇൻറ്റു z എന്ന് പറഞ്ഞാൽ -2yz പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു z എന്ന് പറഞ്ഞാൽ 4xz. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഇവിടെ എന്താ മൂന്നാമത്തേത്, എയുടെ സ്ഥാനത്ത് എന്താ -2x, ബിയുടെ സ്ഥാനത്ത് 3y, സിന്റെ സ്ഥാനത്തോ 2z. അങ്ങനെയാണ് a² എന്തായിരിക്കും -2x ഹോൾ സ്ക്വയർ പ്ലസ് b² 3y ഹോൾ സ്ക്വയർ പ്ലസ് c² എന്ന് പറഞ്ഞാൽ 2z ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു -2x ഇൻറ്റു 3y പ്ലസ് 2bc 2 ഇൻറ്റു 3y ഇൻറ്റു 2z പ്ലസ് 2 ഇൻറ്റു ac -2x ഇൻറ്റു 2z. ഇതൊന്ന് ചെയ്ത് നോക്കാം. -2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x² പ്ലസ് 3y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9y² പ്ലസ് 2z ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4z² പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു -2 -4 -4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -12xy 2 ഇൻറ്റു 3 6 ഇൻറ്റു 2 12, അപ്പം 12yz പ്ലസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 8, അപ്പം -8xz. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 3a - 7b - c. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്താ, അവിടെ എക്സിന്റെ സ്ഥാനത്ത് 3a ആണ്, വൈന്റെ സ്ഥാനത്ത് -7b ആണ്, സെഡിന്റെ സ്ഥാനത്ത് -c ആണ്. അപ്പൊ ഇവിടെ a² എന്താ
3a ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്താ മൈനസ് 7b ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അപ്പോൾ മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് 2xy എന്താ 2xy ആണ് വരിക അപ്പം 2 ഇൻറ്റു 3a ഇൻറ്റു മൈനസ് 7b പ്ലസ് 2 ഇൻറ്റു മൈനസ് 7b ഇൻറ്റു മൈനസ് സി പ്ലസ് 2 ഇൻറ്റു 3a ഇൻറ്റു മൈനസ് സി ഇതെന്താ വരിക 3a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9a സ്ക്വയർ പ്ലസ് 7b മൈനസ് 7b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49b സ്ക്വയർ പ്ലസ് മൈനസ് സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ 2 ഇൻറ്റു 3 എന്താ 6 ഇൻറ്റു മൈനസ് 7 എന്ന് പറഞ്ഞാൽ മൈനസ് 42ab മൈനസ് 7b ഇൻറ്റു മൈനസ് സി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 7bc ഇൻറ്റു 2 അപ്പം 14bc പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 6ac. ഇതാണ് നമ്മളുടെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ a ഈക്വൽ ടു മൈനസ് 2x b ഈക്വൽ ടു 5y c ഈക്വൽ ടു മൈനസ് 3z ആണ്. അങ്ങനെയാണെങ്കിൽ 2x ഹോൾ സ്ക്വയർ പ്ലസ് 5y ഹോൾ സ്ക്വയർ 2x ഹോൾ സ്ക്വയർ പ്ലസ് 5y ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 3z ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് 2x ഇൻറ്റു 5y പ്ലസ് 2 ഇൻറ്റു 5y ഇൻറ്റു മൈനസ് 3z പ്ലസ് 2 ഇൻറ്റു മൈനസ് 2x ഇൻറ്റു മൈനസ് 3z. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ പ്ലസ് 5y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25y സ്ക്വയർ പ്ലസ് മൈനസ് 3z ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9z സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 5 അപ്പം മൈനസ് 20xy പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 3 അപ്പം 10 ഇൻറ്റു മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 30yz പ്ലസ് 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 3 മൈനസ് 2 ഇൻറ്റു മൈനസ് 3 പറഞ്ഞാൽ 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12xz x പ്ലസ് വൈ പ്ലസ് z ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz ആണ് നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ എക്സ് ഈക്വൽ ടു 1/4a വൈൻ്റെ സ്ഥാനത്ത് എന്താ മൈനസ് 1/2b സെഡിൻ്റെ സ്ഥാനത്ത് എന്താ 1. അങ്ങനെയാണ് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്താ വരിക 1/4a ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 1/2b ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1/4a ഇൻറ്റു മൈനസ് 1/2b പ്ലസ് 2 ഇൻറ്റു മൈനസ് 1/2b ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1/4a ഇൻറ്റു 1. ഇതെങ്ങനെ കിട്ടുക 1/4a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/16a സ്ക്വയർ പ്ലസ് മൈനസ് 1/2b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4b സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1/4a ഇൻറ്റു മൈനസ് 1/2b മൈനസ് 1/4ab മൈനസ് 2 ഇൻറ്റു മൈനസ് 1/2b ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് b പ്ലസ് 2 ഇൻറ്റു 1/4a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പ്ലസ് 1/2a എന്നാണ് നമ്മളുടെ ഉത്തരം. അതായത് ഉത്തരം എന്താണ് 1/16a സ്ക്വയർ പ്ലസ് 1/4b സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 1/4ab മൈനസ് b പ്ലസ് 1/2a. ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഐഡന്റിറ്റി അറിഞ്ഞു വെച്ചാൽ ഇത് ഉത്തരം കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഐഡന്റിറ്റീസ് നോക്കാം. 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ 3 ടേമുള്ള ഐഡന്റിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റിയാണ്. അതിന്റെ ഇക്വേഷൻ എന്താ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ a ഈക്വൽ ടു 2x. ബിന്റെ സ്ഥാനത്ത് എന്താ അവിടെ ഉള്ളത്
3y. സീൻ്റെ സ്ഥാനത്ത് എന്താ 4z. ഇതിൽ ഏതിനൊക്കെയോ മൈനസ് ഉണ്ട്. ഇവിടെ കണ്ടോ മൈനസ് വരുന്നുണ്ടോ? അത് ഏതിനാ മൈനസ് വരുന്നത് നമുക്ക് നോക്കാം. എക്സും വൈ എന്ന് വരുന്ന കേസിൽ മൈനസ് ഇല്ല, വൈ സെഡ് വരുന്ന കേസിൽ മൈനസ് ഉണ്ട്, എക്സും സെഡ് വരുന്ന കേസിൽ മൈനസ് ഉണ്ട്. അപ്പൊ സെഡിനാണ് മൈനസ് എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2x പ്ലസ് 3y മൈനസ് 4z ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതേപോലെ ചെയ്യാം. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? എ സ്ക്വയറിന്റെ സ്ഥാനത്ത് 2x ഹോൾ സ്ക്വയർ ആണുള്ളത്. 2x വരണമെങ്കിൽ എ ഈക്വൽ ടു √2x വരണം. ബിന്റെ സ്ഥാനത്ത് എന്താ? y ആണ്. അപ്പോൾ y. സിന്റെ സ്ഥാനത്ത് 8z² ആണ്. അപ്പം 2√2 ആണ്. 2√2z ആണ്. അപ്പൊ ഏതിനൊക്കെ മൈനസ് ഉണ്ട്. ഇവിടെ മൈനസ് ഉണ്ടോ? ഏതിനൊക്കെ മൈനസ് ഉണ്ട്. xy എന്നുള്ളതിന് മൈനസ് ഉണ്ട്, xz എന്നുള്ളതിന് മൈനസ് ഉണ്ട്. അപ്പൊ ഏതിനാ മൈനസ്? എക്സിനാണ് മൈനസ്. അപ്പൊ മൈനസ് ഇവിടെ അല്ല. അപ്പൊ മൈനസ് √2x പ്ലസ് y പ്ലസ് 2√2z ആണ് നമ്മളുടെ ഫാക്ടറൈസേഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ക്യൂബ്സ് ഇൻ എക്സ്പാൻഡഡ് ഫോം. തന്നിരിക്കുന്ന ക്യൂബിനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജനറൽ ഐഡന്റിറ്റി എഴുതാം. a പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. a മൈനസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമാറ്റിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എന്താ? എ ഈക്വൽ ടു 2x, ബി ഈക്വൽ ടു 1, എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോമാറ്റിലാണ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് 2x ഹോൾ ക്യൂബ് പ്ലസ് ബി 1 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2x ഇൻറ്റു 1 ഇൻറ്റു എ പ്ലസ് ബി 2x പ്ലസ് 1 ഈക്വൽ ടു 2x ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8x ക്യൂബ് പ്ലസ് 1 ക്യൂബ് പറഞ്ഞാൽ 1, 3 ഇൻറ്റു 2x, 3 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 6x ഇൻറ്റു 2x പ്ലസ് 1, 6x ഇൻറ്റു 2x. അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനല്ലേ പറഞ്ഞത്. അപ്പം നമുക്കൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. 6x ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 12x² പ്ലസ് 6x. ഇങ്ങനെ എഴുതാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2a മൈനസ് 3b ഹോൾ ക്യൂബ്. 2a മൈനസ് 3 ഹോൾ ക്യൂബ് എന്താ? x മൈനസ് y ഹോൾ ക്യൂബ് എന്നുള്ള ഫോമാറ്റാണ്. അതായത് x ക്യൂബ് മൈനസ് y ക്യൂബ് മൈനസ് 3xy ഇൻറ്റു x മൈനസ് y എന്നുള്ള ഫോമാറ്റാണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ഈക്വൽ ടു 2a ആണ്, y ഈക്വൽ ടു 3bയും. അങ്ങനെയാണ് x ക്യൂബ് എന്താ? 2a ഹോൾ ക്യൂബ് മൈനസ് y ക്യൂബ് എന്ന് പറഞ്ഞാൽ 3b ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു 2a ഇൻറ്റു 3b ഇൻറ്റു 2a മൈനസ് 3b. 2a ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 8a ക്യൂബ് മൈനസ് 3b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27b ക്യൂബ് മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു 3 എത്രയാ? 18ab ഇൻറ്റു 2a മൈനസ് 3b ഈക്വൽ ടു എന്താ? 8a ക്യൂബ് മൈനസ് 27b ക്യൂബ് മൈനസ് 18 ഇൻറ്റു 2 36a²b പ്ലസ് 54ab² എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/2x പ്ലസ് 1 ഇത് ഏത് ഫോമാറ്റാണ്? a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോമാറ്റാണ്. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമാറ്റ്. അതായത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്റെ സ്ഥാനത്ത് എന്താ? 3/2x ആണ്, ബിന്റെ സ്ഥാനത്ത് 1 ആണ്. അങ്ങനെയാണ് എ ക്യൂബ് എന്തായിരിക്കും? 3/2x ഹോൾ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 3ab. 3ab എന്ന് പറയുമ്പോൾ എന്താ? 3 ഇൻറ്റു 3/2x ഇൻറ്റു 1 ഇൻറ്റു 3/2x പ്ലസ് 1 ആണ് നമ്മളുടെ ഇക്വേഷൻ. 3/2x ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 27/8x ക്യൂബ് പ്ലസ് 1 ക്യൂബ് പറഞ്ഞാൽ 1 തന്നെ പ്ലസ് 3 ഇൻറ്റു 3/2 എന്താ? 9/2x ഇൻറ്റു 3/2x പ്ലസ് 1. അതെന്താണ്? 27/8x ക്യൂബ്
പ്ലസ് 1 പ്ലസ് 9/2x ഇൻറ്റു 3/2x എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 3 27/4 എക്സ് സ്ക്വയർ പ്ലസ് 9/2x. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് മൈനസ് 2/3y ഹോൾ ക്യൂബ് എന്താ, ഏത് ഫോർമാറ്റാണ്? a മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോർമാറ്റാണ്. അതായത് അതിൻ്റെ ഉത്തരം എന്താ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്റെ സ്ഥാനത്ത് എന്താ അവിടെ എക്സ്, ബിന്റെ സ്ഥാനത്തോ 2/3y. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇംപ്ലൈസ് എക്സ് ക്യൂബ്, എ ക്യൂബിന് പകരം എക്സ് ക്യൂബ് ഇട്ടു, ബി ക്യൂബിന് പകരം 2/3y ഹോൾ ക്യൂബ് മൈനസ് 3ab 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2/3y ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്, ബി എന്ന് പറഞ്ഞാൽ 2/3y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2/3y ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8/27y ക്യൂബ് മൈനസ് 3x ഇൻറ്റു 2/3y. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ 2xy എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിലോ ഉള്ളിൽ എന്താ? എക്സ് മൈനസ് 2/3y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 8/27y ക്യൂബ് മൈനസ് 2xy ഇൻറ്റു എക്സ് എന്താ? 2x സ്ക്വയർ y പ്ലസ് മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വരും. 2xy ഇൻറ്റു 2/3y 4/3 ഇൻറ്റു xy സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഉത്തരം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് യൂസിങ് സൂട്ടബിൾ ഐഡന്റിറ്റീസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ഐഡന്റിറ്റീസ് വെച്ച് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ? ഓരോ എല്ലാം ക്യൂബാണ്. അപ്പോൾ ക്യൂബിന്റെ ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? a പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. ആ രണ്ട് ഐഡന്റിറ്റീസ് ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 99 ഹോൾ ക്യൂബ് ആണ്. ഇവിടെ ഏതിൻ്റെ സ്ഥാനത്ത് എന്താ? 99 ഹോൾ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഈക്വൽ ടു രണ്ടാമത്തെ ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. 100 ക്യൂബ് മൈനസ് 1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 100 ഇൻറ്റു 1 ഇൻറ്റു 100 മൈനസ് 1 ഈക്വൽ ടു 100 മൈനസ് 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99 ഇൻറ്റു 3. 9 3s are 27. 9 3s are 27, 29. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10,000 മൈനസ് 1 മൈനസ് 29700. 100 ക്യൂബ് ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? 100 9,70,299 ആണ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഉത്തരം കിട്ടുക. 102 ഹോൾ ക്യൂബ് ആണ് നമ്മളോട് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. 102 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 2 ഹോൾ ക്യൂബ് ആണ്. ഈക്വൽ ടു 100 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 100 ഇൻറ്റു 2 ഇൻറ്റു 100 പ്ലസ് 2. 10 lakh പ്ലസ് 2 ക്യൂബ് എന്താ? 8 പ്ലസ് 3 ഇൻറ്റു 100 ഇൻറ്റു 2. അപ്പോൾ 600 ഇൻറ്റു 100 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 102. 102 ഇൻറ്റു 6 ചെയ്ത് നോക്കിയാലോ നമുക്ക് എന്ത് കിട്ടും? 2 12 166. 10 lakh പ്ലസ് 8 പ്ലസ് 61200. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10,61,208 ആണ് നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 998 ഹോൾ ക്യൂബ് ആണ്. 998 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ല ഹോൾ ക്യൂബ് ആണ്. ഈക്വൽ ടു 1000 ക്യൂബ് മൈനസ് 2 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 1000 ഇൻറ്റു 2 ഇൻറ്റു 1000 മൈനസ് 2
എന്താണ് 1000 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് 1000 ക്യൂബ് എന്ന് എടുക്കുക. 2 ക്യൂബ് എന്താ 8 മൈനസ് 3 ഇൻറ്റു 1000 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6000 ഇൻറ്റു 1000 മൈനസ് 3 998. ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറൈസ് ഇത്രയും സാധനം നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിൽ ഓരോന്നിലും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ക്യൂബിന്റെ ടേംസ് ആണ് എല്ലാത്തിനും കാണാൻ പറ്റുന്നത്. അപ്പൊ ക്യൂബിന്റെ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഫാക്ടറൈസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് എഴുതാം, ആദ്യം ക്യൂബിന്റെ ഐഡന്റിറ്റി എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എസ് ബി. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്താ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി. ഇത് അങ്ങനെ എഴുതി വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 8a ക്യൂബ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്ന് 2a ആണ് വന്ന്. 2 ക്യൂബ് ആണ് നമുക്ക് 8 ഇട്ട. അപ്പൊ 2a ആണ് ആദ്യത്തെ ടേം 2a. ഇവിടെ ബി ക്യൂബ് ആണ്. അപ്പൊ ബിന്റെ കോഎഫിഷ്യന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് 2a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അത് ശരിയല്ലേ നോക്കിയാൽ 8a ക്യൂബ് പ്ലസ് ബി ക്യൂബ് 12a സ്ക്വയർ ബി പ്ലസ് 6ab സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 2a ഹോൾ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2a ഇൻറ്റു ബി പ്ലസ് 3 ഇൻറ്റു 2a ഇൻറ്റു ബി സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു 2a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 8a ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 2a മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. എന്റെ സ്ഥാനത്ത് 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാണോ എന്ന് കൂടി നോക്കാം. 2a ഹോൾ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3 ഇൻറ്റു 2a ഇൻറ്റു ബി ഇൻറ്റു 2a മൈനസ് ബി. ഇതാണോ കിട്ടിയെന്ന് നോക്കിയാൽ മതി. 3 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ 6a, 6ab ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ 12a സ്ക്വയർ ബി ആണ്. മൈനസ് ഓഫ് 6ab ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ പ്ലസ് 6ab സ്ക്വയർ. അപ്പൊ അത് കിട്ടി. അപ്പൊ നമുക്ക് ഉത്തരം എന്താണ്, 2a മൈനസ് ബി ഹോൾ ക്യൂബ് ആണ് നമ്മളുടെ ഉത്തരം, ഫാക്ടറൈസേഷൻ റിസൾട്ട്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ, മൈനസ് ഓഫ് 125a ക്യൂബ് എന്നാണ് നമുക്ക് ആദ്യത്തെ കോഎഫിഷ്യന്റ് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം എന്റെ ടേംസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് മറ്റേ ടേം എന്താണ്, ന്യൂമറിക്കൽ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, 27 ആണ് ഇവിടെ ഉള്ളത്. 27 എന്ന് പറഞ്ഞാൽ 27ന്റെ ക്യൂബ് റൂട്ട് എന്താണ്, 3 ആണ് ആദ്യത്തെ ടേം. 3യും മൈനസ് 5a ഹോൾ ക്യൂബ് ആണ് നമ്മളുടെ ഉത്തരം. 27 മൈനസ് 125a ക്യൂബ് ആണ്. 27 എന്ന് പറയുന്നത് എന്താ, ക്യൂബ് റൂട്ട് ഓഫ് 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 3 ക്യൂബ് മൈനസ് 5 ക്യൂബ് അല്ല 3 ക്യൂബ് മൈനസ് 5a ഹോൾ ക്യൂബ് 3 ക്യൂബ് മൈനസ് 5a ഹോൾ ക്യൂബ് ഇൻ മൈനസ് 3 ഇൻറ്റു 3 ഇൻറ്റു 5a. എന്താ 3 ഇൻറ്റു 3 ഇൻറ്റു 5a ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോം. അപ്പൊ 3 മൈനസ് 5a എന്ന് കിട്ടും. ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം, 3 മൈനസ് 5a ഹോൾ ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതാണ് ഫാക്ടറൈസേഷൻ റിസൾട്ട്. അടുത്തെന്താ, 64a ക്യൂബും 27b ക്യൂബാണ്. 64 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആദ്യത്തെ ടേം 4a ആണ്. രണ്ടാമത്തെ ടേം എന്താ, 4a ഹോൾ ക്യൂബ് 27b ക്യൂബ് ആണ്. അപ്പം 3b ഹോൾ ക്യൂബ് ആണ് അടുത്ത ടേം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, മൈനസ് 3 ഇൻറ്റു 4a ഇൻറ്റു 3b ഇൻറ്റു 4a മൈനസ് 3b. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 4a മൈനസ് 3b ഹോൾ ക്യൂബ് എന്ന് നമുക്ക് ഫാക്ടറൈസേഷൻ റിസൾട്ട് ആയിട്ട് എഴുതാം. അടുത്ത ദിവസം എന്താ, 27p ക്യൂബ് മൈനസ് 1/216 ആണ്. അപ്പൊ നമുക്ക് 27p ക്യൂബ് നമുക്ക് ക്യൂബിലോട്ട് എടുത്താൽ 3p ഹോൾ ക്യൂബ് ആണ് 27p ക്യൂബ്. 1/216 എന്ന് പറഞ്ഞാൽ 1/6 ഹോൾ ക്യൂബ് ആണ് 1/216. അപ്പൊ നമുക്ക് 3 ഇൻറ്റു 3p ഇൻറ്റു 1/6 ഇൻറ്റു
എന്താണ് 3p മൈനസ് 1/6 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഇത് ഈ ഉത്തരം കിട്ടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3p മൈനസ് 1/6 ഹോൾ ക്യൂബ് എന്ന് നമുക്ക് ഫാക്ടറൈസേഷൻ റിസൾട്ട് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ വെരിഫൈ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് എന്താ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ആണ്, ഈക്വൽ ടു LHS. അപ്പൊ നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. RHS ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ്. എന്താണ്, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ആണ് ഉത്തരം കിട്ടുക. എക്സ് സ്ക്വയർ വൈയും ക്യാൻസൽ ആയിപ്പോയി, എക്സ് വൈ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. അപ്പം ഈക്വൽ ടു LHS. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറൈസ് 27y ക്യൂബ് പ്ലസ് 12z ക്യൂബ് ആൻഡ് 64m ക്യൂബ് മൈനസ് 343n ക്യൂബ്. ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതെന്താ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലാണ്. ഇത് തൊട്ട് മുന്നത്തെ പ്രോബ്ലം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഇക്വേഷൻ ആണ്. അതെന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റാണ്. 27y ക്യൂബ് പ്ലസ് 125z ക്യൂബ് എന്നാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. എ ഈക്വൽ ടു 3y ആണ്, 3ന്റെ ക്യൂബാണ് 27. ബി എന്ന് പറഞ്ഞാൽ എന്താ, 5z ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇതിന്റെ ഇക്വേഷൻ 3y പ്ലസ് 5z ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3y മൈനസ് എ ബി 3y ഇൻറ്റു 5z പ്ലസ് ബി സ്ക്വയർ ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5z ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ, 3y പ്ലസ് 5z ഇൻറ്റു 3y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9y സ്ക്വയർ മൈനസ് 15yz പ്ലസ് 25z സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഉത്തരം. അടുത്ത ഇക്വേഷൻ എന്താ നമുക്ക് അറിയുന്നത്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. അതെങ്ങനെയാ, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്റെ സ്ഥാനത്ത് എന്താ 64 റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്, ബിന്റെ സ്ഥാനത്ത് 4m ആണ്. 343ന്റെ ക്യൂബ് റൂട്ട് എന്താ 7 ആണ്. ഇവിടെ n ആണ് കൂടെ ഉള്ളത്, അപ്പൊ നമ്മൾ 7n എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4m മൈനസ് 7n ഇൻറ്റു 4m സ്ക്വയർ 16m സ്ക്വയർ എ ബി 4m ഇൻറ്റു 7n 4 ഇൻറ്റു 7 28mn പ്ലസ് 7n ഹോൾ സ്ക്വയർ 49n സ്ക്വയർ എന്നാണ് നമ്മളുടെ ഉത്തരം.
അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറൈസ് 27x³ + y³ + z³ - 9xyz. ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡന്റിറ്റി x³ + y³ + z³ - 3xyz = x + y + z into x² + y² + z² - xy - yz - xz ആണ്. ഇത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? എക്സിന്റെ സ്ഥാനത്ത് 3x ആണുള്ളത്. വൈയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? y തന്നെ. സെഡിന്റെ സ്ഥാനത്തോ z തന്നെ. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x + y + z ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3x കൊടുക്കാം. 3x² + y² + z² - 3xy - yz - 3xz. ഇത്രേ ഉള്ളൂ. 3x² നമുക്ക് വേണേൽ 9x² ആയിട്ട് മാറ്റി എഴുതാം. ഇതാണ് നമ്മളുടെ ഫാക്ടറൈസേഷൻ റിസൾട്ട് എന്ന് പറയും. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ദാറ്റ് x³ + y³ + z³ - 3xy = 1/2 into x + y + z into x - y whole square plus y - z whole square plus z - x whole square. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഐഡന്റിറ്റി ചെയ്തേക്കാം. x³ + y³ + z³ - 3xyz എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? x + y + z into x² + y² + z² minus xy minus yz minus z x എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x + y + z into 1/2. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2x² + 2y² + 2z² minus 2xy minus 2yz minus 2xz. നമുക്ക് എന്ത് എഴുതാം? 1/2 into x + y + z into x + y whole square അല്ല x - y whole square plus y - z whole square plus z - x whole square എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ RHS. ഇതാണ് നമ്മളുടെ RHS. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If x + y + z = 0, show that x³ - y³ + z³ = 3xyz. നമുക്ക് എന്താ ഐഡന്റിറ്റി അറിയാം? x³ - y³ + z³ minus 3xyz equal to x plus y plus z into x² plus y² plus z² minus xy minus yz minus xz എന്ന് നമുക്കറിയാം. given x plus y plus z equal to 0 implies എന്താ? RHS മൊത്തം 0 ആയി. അപ്പോൾ നമുക്ക് x³ + y³ + z³ minus 3xyz equal to 0 എന്ന് കിട്ടി. അപ്പോൾ x³ + y³ + z³ equal to 3xyz എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിതൗട്ട് ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ദ ക്യൂബ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്യൂബ് കാണാതെ, ഡയറക്റ്റായിട്ട് ക്യൂബ് കാണാതെ ഉത്തരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഐഡന്റിറ്റി. x³ + y³ + z³ minus 3xyz equal to x plus y plus z into x² + y² + z² minus xy minus yz minus xz. ഇതാണ് നമ്മളുടെ ഐഡന്റിറ്റി. അത് നമുക്കറിയാം. ഇവിടെ എന്താ? -12 7 5. -12 + 7 എന്താ? -5. -5 + 5 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ x + y + z 0 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം പോയി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? x³ + y³ + z³ minus 3xyz എന്താണ്? നമ്മളോട് x³ + y³ + z³ ആണ് ചോദിച്ചത്. ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം x³ + y³
പ്ലസ് സെറ്റ് ക്യൂബ് എന്താണ് 3xyz ആണ്. അതായത് 3 ഇൻറ്റു -12 ഇൻറ്റു 7 ഇൻറ്റു 5. -12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ -420. -420 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാ? -1260 ആണ് നമ്മളുടെ ഉത്തരം. ഇവിടെ 28 -15 30. 28 -15 എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 - 13 0. ഈ ക്വസ്റ്റ്യനിലും നേരത്തെ അതേ കേസാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് 0. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തം 0 ആയി. ഇപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എക്സ് ക്യൂബ്, എക്സ് എന്താ 28, വൈ എന്താ -15, സെറ്റ് എന്താ -13. അപ്പോൾ നമുക്ക് ഉത്തരം എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെറ്റ് ക്യൂബിൻ്റെ ഉത്തരം എന്താണ്? 3xyz ആണ്. ഇപ്പോൾ 3 ഇൻറ്റു 28 ഇൻറ്റു -15 ഇൻറ്റു -13. അതിൻ്റെ ഉത്തരം എന്താ? 16380 ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ പോസിബിൾ എക്സ്പ്രഷൻ ഫോർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെക്ടാങ്കിൾസ് ഇൻ വിച്ച് ദ ഏരിയാസ് ആർ ഗിവൻ. ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി പ്ലസ് ക്യൂ ഈക്വൽ ടു -35ഉം പി ക്യൂ ഈക്വൽ ടു 25 ഇൻറ്റു 12, അതായത് 300ഉം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 25a² മൈനസ് 20യും 15 എടുക്കാം. 20യും 15 എടുത്താൽ നമുക്ക് -35 കിട്ടും. ആഡ് ചെയ്താൽ -35ഉം കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ 300ഉം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -20a -15a plus 12, 5a into 5a minus 4 minus 5a minus 4 into 3 equal to 5a minus 3 into 5a minus 4 ആണ് നമ്മുടെ ഉത്തരം. ഇതാവാം, ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആവാം, അല്ലെങ്കിൽ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആവാം. അപ്പം L ഈക്വൽ ടു 5a മൈനസ് 3, B ഈക്വൽ ടു 5a മൈനസ് 4, or L ഈക്വൽ ടു 5a മൈനസ് 4, B ഈക്വൽ ടു 5a മൈനസ് 3. അത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 35y² plus 13y minus 12. P plus Q എന്താണ്? 13 ആണ്. P Q equal to 35 into -12 എന്താ? 420 minus 420. അങ്ങനെ ഇട്ടാണെങ്കിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? 28 minus 15 എന്ന് പറഞ്ഞാൽ എന്താ? 28 minus 15 എന്ന് പറഞ്ഞാൽ 13 ആണ്. 28 into 15 എന്ന് പറഞ്ഞാലോ? 28 into 15 എന്ന് പറഞ്ഞാൽ 28 into 15. 28 into 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 5s are 8 5s are 40, 4 2 5s are 10, 14, 1 8 8, 1 2s are 2. അപ്പം 0 12 1 4 20. അപ്പോൾ 28 15 ആണ് നമ്മളുടെ ടേംസ്. 28 15 അല്ല, 28 -15. നമുക്ക് ഏരിയ എഴുതാം. 35y² plus 28y minus 15y minus 12. 35ഉം 28ഉം 7y into 5y plus 4 minus 5y plus 4 into 3 equal to 7y minus 3 into 5y plus 4. L equal to എന്ത് വരും? 7. L equal to 7y minus 3, B equal to 5y plus 4 വരും, അല്ലെങ്കിൽ L equal to 5y plus 4 വരും, B equal to 7y minus 3 വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What are the possible expressions from the dimensions of the cuboid whose volumes are given below? വോളിയം തന്നിട്ടുണ്ട്. നമ്മളോട് എക്സ്പ്രഷൻസ് ഫോർ എൽ ബി ആൻഡ് എച്ച് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വോളിയം എൽ ബി എച്ച് ആണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് എൽ ബി എച്ച് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലിൻ്റെ വാല്യൂ, ബിൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ.
നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വോളിയം ഈക്വൽ ടു 3x² മൈനസ് 12x. അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3x ഇൻറ്റു എക്സ് മൈനസ് 4 കിട്ടും. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടും? L ഈക്വൽ ടു 3 കിട്ടും, B ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും, H ഈക്വൽ ടു എക്സ് മൈനസ് 4. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ വോളിയം ഈക്വൽ ടു L ഇൻറ്റു B ഇൻറ്റു എച്ച് ആണ്. ഈക്വൽ ടു എന്താ? 12k² പ്ലസ് 8ky മൈനസ് 20k. എല്ലാത്തിനും 4 കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ 4k ഇൻറ്റു 3y² പ്ലസ് 2y പ്ലസ് 5 എന്നാണ് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ച് നോക്കാം. ഇ പ്ലസ് ക്യൂ ഈക്വൽ ടു 2യും പി ക്യൂ ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 5 ഈക്വൽ ടു മൈനസ് 15. രണ്ടെണ്ണം ആഡ് ചെയ്താൽ 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 15ഉം. അപ്പോൾ നമുക്ക് എന്താ? 5ഉം മൈനസ് 3യും ആണ്. 5ഉം മൈനസ് 3യും ആഡ് ചെയ്താൽ 2ഉം കിട്ടും. 5 ഇൻറ്റു മൈനസ് 3 ചെയ്താൽ മൈനസ് 15ഉം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഈക്വൽ ടു 4k ഇൻറ്റു 3y² പ്ലസ് 5y മൈനസ് 3y മൈനസ് 5 ഈക്വൽ ടു 4k ഇൻറ്റു 3y ഇൻറ്റു y മൈനസ് 1 പ്ലസ് 5 ഇൻറ്റു y മൈനസ് 1 ഈക്വൽ ടു 4k ഇൻറ്റു y മൈനസ് 1 ഇൻറ്റു 3y പ്ലസ് 5. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. 4k ഇൻറ്റു y മൈനസ് 1 ഇൻറ്റു 3y പ്ലസ് 5. എല്ലാ 4k ആവുന്ന രണ്ട് കേസ് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി എന്താ? y മൈനസ് 1ഉം h 3y പ്ലസ് 5ഉം കിട്ടും. രണ്ടാമത്തെ കേസിലോ ബി ഈക്വൽ ടു 3y പ്ലസ് 5ഉം h y മൈനസ് 1ഉം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലിന് y മൈനസ് 1 കൊടുക്കാം. അപ്പം ബിന് 4k വരും, എച്ചിന് 3y പ്ലസ് 5 വരും, ബിന് 3y പ്ലസ് 5 വരും, എച്ചിന് 4k വരും, എല് y മൈനസ് 1. അടുത്തെന്താ? 3y പ്ലസ് 5 വരും. പിന്നെ രണ്ട് കേസ് 3y പ്ലസ് 5 വരും. അപ്പം ബിയോ 4k വരും, എച്ച് പറയുന്നത് y മൈനസ് 5, ബി പറയുന്നത് y മൈനസ് 1ഉം എച്ച് പറയുന്നത് 4k. ഇങ്ങനെയാണ് നമ്മളുടെ ഉത്തരം. എല്ലാ കേസസും നമ്മൾ പറയണം. ഇവിടെ 6 കേസസ് ആണല്ലോ, 6 കേസും നമ്മൾ എഴുതി വയ്ക്കും.